4 സന്നദ്ധ പ്രവർത്തകരുമായി കുട്ടികൾ സംസാരിച്ചിരുന്നു. നമുക്ക് അവരെന്താണ് അവരോട് പങ്കുവെച്ചതെന്ന് കൂടി ഒന്ന് കേട്ടിട്ട് വരാം. അതുകൊണ്ട് നമുക്ക് അത് വീട്ടിൽ പോരണ്ട, വീട്ടിൽ പോകുമെന്നും വേണ്ട. അല്ല, നിങ്ങൾ രണ്ടുപേരും, എനിക്ക് ഒരു മോളുണ്ട്, എന്റെ മോള് 17 വയസ്സ് പ്രായമുള്ളതാ. അപ്പൊ നിങ്ങൾ 2 പെൺകുട്ടികളാ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വിളിച്ചത് അങ്കിള് കേട്ടോ. പക്ഷെ അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങളത്. എത്ര വയസ്സുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18ആയി. 18 വയസ്സായി. പക്ഷെ അവര് ഞങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് അതിൽ അങ്ങനെ കൊടുത്തതാണ്. ഓ, അത് ശരി. നിങ്ങൾ പ്ലസ് 1-ലാണോ പ്ലസ് 2-ലാണോ മോളെ? ഞങ്ങൾ പ്ലസ് 2 കഴിഞ്ഞിപ്പോ. പ്ലസ് 2 കഴിഞ്ഞല്ലേ? അവര് ഇപ്പൊ നമ്മളെ വീട്ടുകാരായാലും എവിടെ കൊടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല്. അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതെ 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 അതെ. എന്തായാലും ഞങ്ങളെ വീട്ടുകാർക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം വരെ നിങ്ങൾ പറഞ്ഞ അതേ ഇതിൽ നിൽക്കും അവര്. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ പറയണേ, ഇവരിപ്പോ നമ്മളായിട്ട് 3-4 ദിവസം നല്ലപോലെ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തേക്ക് വരും. നമ്മൾ അടിക്കലായാലും ഇപ്പൊ നോക്കുക, ഈ കുട്ടി നല്ല രീതിയിൽ വൃത്തിയായി പറയുന്നുണ്ട്. ഞങ്ങളുടെ വയസ്സ് 16 അല്ല 18 അതായത് പ്ലസ് 2 കഴിഞ്ഞതാണ്. ഓക്കെ, അത് കുട്ടിയുടെ ഭാഗമാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് പ്ലസ് 2 കഴിഞ്ഞാൽ ഏകദേശം ഗവൺമെന്റ് കോളേജിൽ, അതായത് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാൽ 18 വയസ്സാകുന്നുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം കുട്ടി പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ സാറുമാരായാലും നിങ്ങൾ എല്ലാവരും നിർബന്ധിച്ചു ഞങ്ങളെ വീട്ടിലേക്ക് അയച്ചാൽ ഒരു 3-4 ദിവസം അവർ ഞങ്ങളോട് സ്നേഹത്തിൽ സംസാരിക്കും. അതിനുശേഷം ഞങ്ങളെ അടിക്കാൻ വരും, ടോർച്ചർ ചെയ്യാൻ വരും എന്നാണല്ലോ ഈ കുട്ടി പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, എന്റെ അനുഭവത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഈ ലോകത്ത് നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നത് 2 മനസ്സാണ്. അതായത് നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മുടെ അച്ഛനമ്മമാർ മാത്രമാണ്. ഈ കുട്ടി പറയുന്നുണ്ടല്ലോ, ഈ കുട്ടിയെ അടിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നല്ലതിനല്ലാതെ കണ്ട് നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും നമ്മളെ അടിക്കാനോ നമ്മൾ വഴക്ക് പറയാനോ ഒന്നിനും വരൂല. ഈ കുട്ടികൾ, അതായത് വീട്ടിൽ നിന്ന് മുംബൈയിലേക്ക് ഇറങ്ങിപ്പോയി അതിനുശേഷം ഉത്തരം മുട്ടുമ്പോൾ വീട്ടുകാർക്കിട്ട് പണിയുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും നമുക്ക് ഈ കുട്ടികളുടെ ഭാഗവും ഇവരുടെ മാതാപിതാക്കളുടെ ഭാഗവും നല്ല രീതിയിൽ ക്ലിയർ ആയി പഠിക്കാനുണ്ട്. കുട്ടിയുടെ അച്ഛൻ പറയുന്ന ഒരു വാക്ക് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, സ്റ്റേഷനിലെ സാറുമാര് വളരെയധികം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനോട് കൂടി ചേർന്നിട്ട് ഒരുപാട് നമ്മുടെ നാട്ടുകാരും അതിനോട് ചുറ്റുപറ്റി നിൽക്കുന്ന ഒരുപാട് ആളുകളും വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരുന്ന അല്ല. കാരണം ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചു പോയി. എനിക്ക് എൻ്റെ കുട്ടിയെ എത്രയും പെട്ടെന്ന് എൻ്റെ കൈകളിൽ എത്തിക്കണം. അതിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ദൂരത്തു നിന്നുള്ള ചെയ്തു നിയമപരമായിട്ട് അവരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ എൻ്റെ കുട്ടിയെ എൻ്റെ കയ്യിൽ എത്തിക്കണം എന്നാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും, പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും കുട്ടികൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, അതിനെ കുറിച്ചിട്ട് അവർക്ക് ഞാൻ അവരെ പരീക്ഷയ്ക്ക് അവരെ അവിടെ ആക്കി കൊടുക്കുമ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് ഒരു മാനസികമായിട്ട് വിഷമങ്ങളോ അല്ലെങ്കിൽ അവർക്കൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് കാരണം അവർ നല്ല ഹാപ്പി ആയിട്ടാണ്, നല്ല എൻജോയ് ആയിട്ടാണ് അവർ ഇറങ്ങി പോയതും പറഞ്ഞയച്ചതും ഒക്കെ ചെയ്തതും. ഇതിനോട് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. കണ്ടെത്തിയതിന് ശേഷം മകള് സംസാരിച്ചായിരുന്നോ? മോളിനോട് വീഡിയോ കോൾ അപ്പം തന്നെ ചെയ്തപ്പോൾ തന്നെ മോളോട് ഞാൻ പറഞ്ഞു, മോളെ എത്രയും പെട്ടെന്ന് വന്നാൽ മതി, ഒരു പേടിയും പേടിക്കണ്ട, എത്രയും പെട്ടെന്ന്. ഈ അച്ഛൻ പറയുന്നുണ്ട്, എക്സാമിന് പോകുന്നതിന് തലേ ദിവസം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടാണ് പോയത്. അതായത് അവരുടെ മുഖത്ത് പോലും എന്താണ് പ്രശ്നം, ഒരു പ്രശ്നം പോലും ഇല്ലായിരുന്നാണ് ഇയാൾ പറയുന്നത്. നമുക്ക് ഇയാൾ പറയുന്നത് അത്ര ഇതിലൊന്നും വിശ്വസിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതായത് കുട്ടികളുടെ ഭാഗവും നല്ല രീതിയിൽ ക്ലിയർ ആയി നമ്മൾ കേൾക്കണം. അതിനുശേഷമാണ് ഇതൊക്കെ. എന്തായാലും നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും നമ്മൾ നശിക്കണമെന്ന് ഒരിക്കലും ഏതൊരു മാതാപിതാക്കളും അങ്ങനെ ചിന്തിക്കൂല എന്നാണ് എന്റെ ഒരു ഉറപ്പ്. അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റൊരു ഭാഗം കൂടി കേട്ട് നോക്കാം. ഓക്കെ, ഇവ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സത്യത്തിൽ ഈ കുട്ടികളുടെ കുടുംബം ഇപ്പോഴും ഈ അമ്പരപ്പിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഈ കുട്ടികളെ കണ്ടെത്തിയ ഒരു ആശ്വാസത്തിനും ഒരു സന്തോഷത്തിനും ഒക്കെ ഉപരി ഇതിൽ ഒരു വലിയൊരു ആശങ്കയിലും അമ്പരപ്പിലും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടികളുടെ കുടുംബം. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സ്കൂളിലേക്ക് കഴിഞ്ഞ ബുധനാഴ്ച ഈ കുട്ടികളെ കൊണ്ടെത്തിക്കുമ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു. വളരെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് പഠിച്ച് ഈ കുട്ടികൾ പോവുകയാണ് ഉണ്ടായത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദവും ഈ
കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള ഒരു പെരുമാറ്റം ഒന്നും തന്നെ ഈ കുടുംബം ശ്രദ്ധിച്ചിരുന്നുമില്ല. അപ്പോൾ എങ്ങനെ ഈ കുട്ടികൾ ഇത്രയും ദൂരം എത്തിയെന്നാണ് ഈ കുടുംബം ഏറ്റവും അതിശയത്തോടെ നമ്മളോട് ചോദിക്കുന്നത്. അതായത് 16 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള പെൺകുട്ടികളാണ്. ഈ വീട് വിട്ട് അധിക ദൂരം ഒന്നും പോലും പോയിട്ടില്ല എന്നാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞത്. ഇങ്ങനെയുള്ള കുട്ടികളെ എത്രത്തോളം ഇവർക്ക് ഈ ധൈര്യം കിട്ടിയെന്നാണ് ഈ അച്ഛൻ തന്നെ പറയുന്നത്. ഈ മുംബൈ വരെ എത്തിപ്പെടാൻ കുട്ടികൾക്ക് എങ്ങനെ സാധിച്ചു എന്നൊരു അതിശയത്തിലാണ് വാസ്തവത്തിൽ ഈ കുടുംബം. അതോടൊപ്പം തന്നെ ഈ കുട്ടി ഇതിന് ശേഷം ഈ കണ്ടെത്തിയതിന് ശേഷം ഈ കുട്ടി മാതാപിതാക്കളോട് സംസാരിക്കുകയുണ്ടായി. ശരിക്കും വലിയൊരു സങ്കടത്തിൽ തന്നെയായിരുന്നു ഈ കുടുംബം. കുട്ടിയുടെ അമ്മയൊക്കെ ഇവിടെ തളർന്ന് കിടക്കുകയായിരുന്നു, കരഞ്ഞ് തളർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്തായാലും ഈ കുട്ടികൾ ഇന്നലെ ഈ മാതാപിതാക്കളോട് സംസാരിച്ചുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസം, അതിൻ്റെതായിട്ടുള്ള ഒരു ആശ്വാസം അവർക്കുണ്ട്. ഇന്നലെ കുട്ടി ഒരുപാട് കരഞ്ഞ് ക്ഷമ ചോദിച്ചാണ് അച്ഛനോട് സംസാരിച്ചതെന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ കുട്ടിക്ക് വലിയ രീതിയിലുള്ള ധൈര്യം അച്ഛൻ നൽകിയിട്ടുണ്ട്. ഒന്നും ഭയക്കാനില്ല, വീട്ടിലേക്ക് മടങ്ങിയിട്ട് ബാക്കി ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഇല്ലല്ലോ. ആരെങ്കിലും വേറെ ആരുടെങ്കിലും ഷെയർ ചെയ്യും, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതായത് ഈ കുട്ടികൾക്ക് ഒരു മൈൻഡ് ഇല്ലായിരുന്നു. അതായത് ഇത് കേസാകും, നല്ല രീതിയിൽ അന്വേഷിക്കും, ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇവരുടെ വിചാരം നമ്മളൊരു സുപ്രഭാതത്തിൽ മുംബൈയിലോട്ട്, അതായത് ഇൻസ്റ്റഗ്രാമിൽ ആരോടോ ചാറ്റ് ചെയ്ത് ആരോടോ പരിചയപ്പെട്ട് മുംബൈയിലേക്ക് പോയി കഴിഞ്ഞാൽ 1-2 ദിവസം ഇത് ചെറിയ രീതിയിൽ നാട്ടിൽ ചെറിയ രീതിയിൽ ചർച്ചയാവും, അതിനുശേഷം നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് പോയത്. നോക്കുക, അതിനുശേഷം പിടിച്ചു എന്ന് ഉറപ്പാകുമ്പോൾ വെറുതെ അച്ഛനമ്മമാർക്ക്, അതായത് വീട്ടിൽ ടോർച്ചറാണ്, നിങ്ങൾ അടിക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ എന്തിനാണ് ചോറ് വയ്ക്കുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും മാതാപിതാക്കൾ, ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, ഒരു മാതാപിതാക്കളും ഒരു കുഞ്ഞിനെയും ഇങ്ങനെ കൊല്ലുന്നു അങ്ങനത്തെ ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടില്ല. നമ്മുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏതോരുത്തന്റെ കൂടെ ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്ത് അവൻ നല്ല രീതിയിൽ കെയറിങ് കൊടുത്ത് വന്നോളൂ വെച്ചോളൂ, മുംബൈയിൽ അതുണ്ട്, ഞാൻ എഞ്ചിനീയറാണ്, മറ്റേതാണ് മറിച്ചതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ പറ്റിച്ച് മുംബൈയിലേക്ക് എത്തിയതിനു ശേഷം അങ്ങനെ ഒരാളും ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് ഇവർ മനസ്സിലാക്കിയതാണ്. അതായത് ഈ തലമുറയിലെ പെൺകുട്ടികൾ മോശമാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടുന്നത് 2-3 കുട്ടികളുള്ള 50-60 വയസ്സായിട്ടുള്ള കിളവന്മാരാണ്. നല്ല രീതിയിൽ കെയറിങ് കൊടുക്കും, നിങ്ങൾ വന്നോളൂ, എനിക്ക് ഇവിടെ ഇതുണ്ട്, വീടുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്, ഇങ്ങനെ പറഞ്ഞ് വിളിച്ചിട്ട് പിന്നെ അവിടെ പോയി നോക്കുമ്പോൾ ഒന്നുമില്ല. അങ്ങനെ പോയി പെട്ടതിന് ശേഷം പിടിക്കപ്പെട്ടതിന് ശേഷം മാതാപിതാക്കൾ ടോർച്ചർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തിനാണ്? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ 2 ഭാഗവും, അതായത് ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്നല്ല, കുട്ടികളുടെ ഭാഗവും ഇവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതും നല്ല രീതിയിൽ പഠിക്കണം. നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം. അപ്പോൾ ഇനി വരുന്ന ജനറേഷൻ പെൺകുട്ടികളോടായാലും ആൺകുട്ടികളോടായാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടവന്റെ കയറിയെങ്കിൽ നിങ്ങൾ വീഴല്ലേ. അത്രമേൽ നിങ്ങൾക്ക് ഒരാൾ നല്ലൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ ചെറുതായി ഒന്ന് അന്വേഷിക്കുക. വെറുതെ ഇങ്ങനെയൊക്കെ കയറിപ്പോയാൽ നിങ്ങളെ ഭക്ഷണം തന്നു പോറ്റിയ അച്ഛനമ്മമാരുണ്ടല്ലോ, നാളുകളിൽ നിങ്ങളെ വിശ്വസിച്ചുള്ള, അതായത് എന്നെ ഇവൻ നോക്കും, അതായത് എന്നെ ഇവൾ നോക്കും, അങ്ങനെ വിശ്വസിക്കുന്ന മാതാപിതാക്കളെ പറ്റിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.